പിണറായി തീരുമാനിക്കും കറുത്ത കമ്പനി നടത്തണോ വേണ്ടേന്ന്. കറുത്ത ബേജാറാവൂലേ? കറുത്തക്ക് കമ്പനി നടത്തണമെങ്കിൽ പിണറായിയുടെ അനുവാദം വേണം. അപ്പൊ എന്താ ചെയ്യുക? കറുത്ത വാരിക്കോരി കൊടുക്കും. പിണറായിക്ക് അങ്ങനെ കറുത്ത മൊത്തം 154 കോടി രൂപയട്ടം കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. പിണറായിക്ക് മാത്രം കൊടുത്താൽ പോരാ, മറ്റൊരുപാട് നേതാക്കൾ, അല്ലെങ്കിൽ ഇവരൊക്കെ സമരം ചെയ്യൂലേ? പരിസ്ഥിതിക്ക് നാശം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ സമരം ചെയ്യും, മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ സമരം ചെയ്യും, സാമുദായിക നേതാക്കന്മാർ സമരം ചെയ്യും. അപ്പൊ എല്ലാവർക്കും വാരിക്കാരി കൊടുത്തു. പത്രക്കാര്, മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ ഇമാതിരി പെറുക്കിത്തീനി മാധ്യമങ്ങൾക്ക്, നക്കിത്തീനി മാധ്യമങ്ങൾക്കൊക്കെ കൊടുത്തു. അതുകൊണ്ടാണ് പല മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ വേണ്ട രീതിയിലുള്ള വാർത്തകളൊന്നും കൊടുക്കാത്തത്. ഇതിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ റിപ്പോർട്ടിലെ ആ ക്വാസി ജുഡീഷ്യൽ ബോഡിയായ, അർദ്ധ ജുഡീഷ്യൽ ബോഡിയായ ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ വളരെ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തത് PV എന്ന് പറയുന്ന ആൾക്കാണെന്ന്. അപ്പൊ പിണറായി വിജയൻ ആ രീതിയിൽ പൈസ വാങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ മോളെ കൊണ്ട് വാങ്ങിപ്പിച്ചു. യഥാർത്ഥത്തിൽ ED ഇന്നലെ വീണയെ ചോദ്യം ചെയ്തപ്പോ വീണതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നെ കൊണ്ട് ഈ കൊടും ചതി ചെയ്യിപ്പിച്ചത് എന്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? നമുക്കറിയില്ല. അതാണ് സത്യം. അതാണ് അല്ല, വീണ, നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. വീണ സ്വന്തമായിട്ട് ഈ കരിമണൽ കർത്തായിയുടെ കമ്പനിയുമായി ഡീൽ ഉണ്ടാക്കുക. ഏത് കമ്പനിയായിട്ട്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക നാശം ഉണ്ടാക്കുന്ന ആ കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ അച്ഛന്റെ പച്ചക്കൊടി വേണം. അമ്മ അതിനൊരു കമ്പനിയായിട്ട് വീണ പോയിങ്ങാണ്ട് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കുക. എന്നിട്ട് മാസം വീണയുടെ അക്കൗണ്ടിലേക്കും കമ്പനീന്റെ അക്കൗണ്ടിലേക്കും വെവ്വേറെ, കമ്പനീന്റെ അക്കൗണ്ടിലേക്ക് ഒരു 3 ലക്ഷം, വീണയുടെ അക്കൗണ്ടിലേക്ക് ഒരു 5 ലക്ഷം മാസാമാസം പൈസ. അതുകൂടാതെ കർത്താവിന്റെ ഭാര്യയുടെ അടുത്തുനിന്ന് വേറൊരു 50 ലക്ഷം. ഇതൊക്കെ വീണ വാങ്ങുകയാണെങ്കിൽ വീണക്കല്ലല്ലോ ഇത് കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നത് പിണറായിക്കല്ലേ. ഇത് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടൊക്കെയാണ് ഈ മനുഷ്യനെ ഇപ്പൊ എല്ലാവരും തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്നലത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ MA ബേബി തടഞ്ഞു, MA ബേബി ചവിട്ടി. P രാജീവ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഐസക്കിന്റെ കാര്യം. ഐസക്ക് പിണറായി വിജയനാണ് ഈ പരാജയത്തിന് കാരണമെന്ന് ഐസക്ക് പറയാതെ പറഞ്ഞു, ധ്വനിപ്പിച്ചു. തൽക്കാലം അത്രയ്ക്ക് ആദ്യഘട്ടത്തിൽ പറയാൻ പറ്റുള്ളൂ. ആദ്യഘട്ടത്തിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. കൃത്യമായി വളരെ വ്യക്തമായി അങ്ങനെ പറഞ്ഞുകൂടാ. അതിങ്ങനെ സൂചിപ്പിക്കാം. ഐസക്ക് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു അധ്യാപകൻ പറഞ്ഞ പോലെ നല്ല പെരുമാറ്റം, നല്ല ഭാഷ, നല്ല സ്നേഹം, അതൊക്കെ വേണ്ടിയിരുന്നു. അതൊന്നും ഉണ്ടായില്ല. ഇവിടെ ഉണ്ടായില്ല. ആർക്കുണ്ടായില്ല? കാരണഭൂതത്തിനുണ്ടായിട്ടില്ല. നമ്മൾ കേട്ടതല്ലേ, മാറി നിൽക്ക്, കടക്കുപുറത്ത്, പിന്നെന്തൊക്കെ പറഞ്ഞത്, ഡാഷിന്റെ മോനെ ചെറ്റ. അപ്പൊ അത് ഐസക് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ബേബി സഖാവും P രാജീവും ഒക്കെ പറഞ്ഞു ഇതാണ് ഇതിനൊക്കെ കാരണഭൂതനാണെന്ന് പറഞ്ഞു കഴിഞ്ഞവര്. അപ്പം CPM-ൽ കാരണഭൂതത്തിന്റെ പിടിയായിരിക്കുകയാണ്. അപ്പം പിന്നെ വീണയുടെ പിന്നാലെ പോകണ്ട. വീണയുടെ പിന്നാലെ പോയാൽ ഇത് വീണയിൽ നിൽക്കില്ല കൂട്ടരെ, നിൽക്കില്ല. വീണയെ കഴിഞ്ഞാൽ അടുത്ത് പിടിക്കാൻ പോകുന്നത് കാരണബോധത്തിന് തന്നെയാണ്. അത് പാർട്ടിക്ക് ഏറ്റവും വലിയ ദോഷം ചെയ്യുന്ന പാർട്ടിയിലെ ഉന്നത നേതാക്കന്മാർക്കൊക്കെ മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഇയാളെ പതുക്കെ സൈഡ് ലൈൻ ചെയ്യണം. ഇതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദ്യമനയിൽ വീണ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി പറയുന്നത് CMRL എക്സാലോജിക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ബുധനാഴ്ച രാവിലെ 10:30 കൊച്ചി ED ഓഫീസിലെത്തിയ വീണ രാത്രി 8 മണിയോടെയാണ് മടങ്ങിയത്. രാവിലെ 11 മണിയോടെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. വീണ നൽകിയ മൊഴി വായിച്ചു കേൾപ്പിച്ച് ഒപ്പിട്ട് വാങ്ങി. ചില ചോദ്യങ്ങൾക്ക് ഓർക്കുന്നില്ല, അറിയില്ല എന്നുള്ള മറുപടിയാണ് നൽകിയത്. ചില ചോദ്യങ്ങൾക്ക് ഓർക്കുന്നില്ല, അറിയില്ല. ഇതൊക്കെ അഭിഭാഷകന്മാർ പറഞ്ഞു പഠിപ്പിച്ചതായിരിക്കും വീണയെ. ഇമാതിരി ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് അറിയില്ല, ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അറിയില്ല, ഓർക്കുന്നില്ല എന്നുള്ളത് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട്, വീണ്ടും ഓർമ്മിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ED അടുത്ത് തന്നെ ഈ വീണയെ വീണ്ടും വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത് വിളിക്കാൻ പോകുന്നത് കാരണഭൂതത്തെ ഉറപ്പിച്ചോ ഒരു സംശയമില്ല കേട്ടോ. ഏതാണ്ട് ഒരു 9 മണിക്കൂർ നേരം വീണയെ ED ചോദ്യം ചെയ്തപ്പോൾ പല ചോദ്യങ്ങൾക്കും വീണ ഉത്തരം പറയുന്നില്ല. ഒന്നും ഞാൻ ഓർക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ കള്ളത്തരം മനസ്സിലാക്കാം. മാത്രമല്ല ED രണ്ടാമതും വീണയെ വിളിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഏതായാലും ഒരു കാര്യം, വീണയെ CPM-കാര് കൈയൊഴിഞ്ഞു. ഇന്നലെ അറിയാലോ, റിയാസാണ് വീണയും കൊണ്ട് പോയത്. ഇഷ്ടികയുമായി ആരും വന്നില്ല, ചീമുട്ടയുമായി ആരും വന്നില്ല. കാരണം
സഖാക്കന്മാർക്കൊക്കെ മനസ്സിലായി വെറുതെ വീണക്ക് വേണ്ടിയിട്ട് ജീവിതം കോഞ്ഞാട്ടയാവേണ്ട കാര്യമില്ല എന്ന് സഖാക്കൾക്ക് ഒരു തിരിച്ചറിവ് വന്നു. മാത്രമല്ല മുതിർന്ന നേതാക്കന്മാരൊക്കെ പറഞ്ഞു, വേണ്ട പോണ്ട, വീണയെ സംരക്ഷിക്കാൻ പോകണ്ട, നാറ്റക്കേസാണ്. എന്താണ്? നാറ്റക്കേസാണ്. സംരക്ഷിക്കാൻ പോയാൽ നമ്മൾ നാറും. കാരണം ഇവർക്കൊക്കെ ഇപ്പം മനസ്സിലായി. ഇപ്പം ഏതാണ്ട് എല്ലാ CPM-കാർക്കും, ഈ അന്തംഗമികൾക്ക്, ദേശാഭിമാനി മാത്രം വായിക്കുന്ന, കൈരളി മാത്രം കാണുന്ന അന്തംഗമികൾ ഒഴികെ ബാക്കി എല്ലാവർക്കും മനസ്സിലായി. എന്ത് മനസ്സിലായി? വീണ വിജയൻ 2.78 കോടി രൂപ കർത്തായിൽ നിന്ന് വാങ്ങി. എന്തിനാ വാങ്ങിയത്? കാരണം വീണയുടെ അച്ഛൻ ആരാണ്? പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചുമതലയിലാണ് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ്. മലിനീകരണ നിയന്ത്രണ ബോർഡ് പച്ചക്കൊടി കാണിച്ചാൽ മാത്രമേ കർത്താക്ക് അവിടെ കമ്പനി നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ഈ പച്ചക്കൊടി ഉയർത്തണോ അല്ലെങ്കിൽ ചുവന്ന കൊടി ഉയർത്തിയിട്ട് കമ്പനി പൂട്ടിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് പിണറായി വിജയനാണ്. മാത്രമല്ല ഈ കമ്പനിയുടെ അല്ല, ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അഭിഭാഷകൻ പിണറായിയുടെ സ്വന്തം ആള് എന്ന് പറഞ്ഞാൽ കമലേച്ചിയുടെ സഹോദരിയുടെ മോൻ നവീൻ. ഈ ബന്ധു നിയമനം എന്നൊക്കെ പറഞ്ഞാണ്ട് ഇവരിങ്ങനെ തുള്ളിച്ചാടുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധു നിയമനം നടത്തിയത് പിണറായി വിജയനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധു നിയമനം എന്ന് പറഞ്ഞാൽ സ്വന്തം മരുമോനെ കേരളത്തിലെ PWD വകുപ്പിന്റെ ചുമതല, ടൂറിസം വകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് പിണറായി ചെയ്ത ഏറ്റവും വലിയ സ്വജനപക്ഷപാതം, ഏറ്റവും വലിയ ബന്ധു നിയമനം. ആരും ചോദ്യം ചെയ്തില്ല. ആരും ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യം ഉണ്ടായില്ല. അത് തന്നെ. അല്ലാതെ പാർട്ടിയിൽ PWD വകുപ്പിന്റെ ചുമതല PM മുഹമ്മദ് റിയാസിന് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതിൽ പല വിഡിത്തം വേറെ ഇതുണ്ടോ? എത്ര സീനിയർ നേതാക്കന്മാർ അല്ലേ, ഭരണ പരിചയമുള്ള എത്ര ആൾക്കാർ, ഇവരൊക്കെ സൈഡാക്കിയിട്ട് വെറും മണുകുണാഞ്ചനായ അല്ലേ, എന്തെങ്കിലും ഒരു കഴിവ് വേണ്ടേ? കോഴിക്കോട്ടുകാർക്ക് അറിയാം PM മുഹമ്മദ് റിയാസിന് എന്ത് കഴിവാണുള്ളത്. ഇയാൾക്ക് കമ്മ്യൂണിസം എന്താണെന്ന് അറിയില്ല. ജനങ്ങളോട് പെരുമാറാൻ അറിയില്ല അല്ലേ. ഏറ്റവും വലിയ വഷളനാണ് ഇയാളെന്നേ. ആദ്യ ഭാര്യയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ കുടുംബ കോടതിയിൽ കേസുള്ള ഒരാൾ, ഒരു എന്താ പറയാ, മാന്യനായ അത്യാവശ്യം സ്വന്തം മോളോട് സ്നേഹമുള്ള ഒരു അച്ഛനാണെങ്കിൽ റിയാസിനെ അടുപ്പിക്കില്ല, കുടുംബത്ത് കയറ്റൂ ഇയാളെ. ആദ്യ ഭാര്യയെ കൂമ്പിലിട്ട് ഇടിച്ച് ആ ഭാര്യ അവസാനം ഒരു നിവൃത്തിയില്ലാതെ കുടുംബ കോടതി പോയി പറയാണ് രക്ഷിക്കണം. ആ ഭാര്യയെ അപഹസിക്കുകയാണ്. നിന്നെക്കാൾ നല്ല പെണ്ണുങ്ങളെ 50 റുപ്യ കൊടുത്താൽ പാളയം മാർക്കറ്റിൽ കിട്ടണോ എന്ന് പറഞ്ഞ, ഇതൊന്നും ഞാൻ പറയുന്നല്ലോ കേട്ടോ, ഇതൊക്കെ രേഖയിലുള്ളതാണ്. കുടുംബ കോടതിയിൽ റിയാസിന്റെ ആദ്യ ഭാര്യ പറഞ്ഞതാണ്, ഇങ്ങനെയൊക്കെ എന്നെ അപമാനിച്ചു ഇവൻ. ഇമ്മാതിരി ഒരു നെറികെട്ടവനെ, ഒരു വകക്ക് കൊള്ളാത്തവനെ പിണറായി വിജയൻ വീട്ടിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താണ് ഇതിന്റെ കുട്ടൻസ്? ഇവര് തമ്മിൽ അഗാധമായ പ്രണയമായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ അതിന്റെ ഉള്ളറകളിലേക്കൊന്നും പോയിട്ടില്ല. ഏതായാലും ആ മാരണത്തെ കുടുംബത്തിൽ കയറ്റി പിണറായി വിജയൻ. പിന്നെ ചേരേണ്ടതേ ചേരുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇവർക്കൊക്കെ അടിസ്ഥാനപരമായ ഒരു ഐക്യമുണ്ടല്ലോ. പിണറായി വിജയന്റെ ഈ പറയുന്ന ആക്രമണോത്സുകത, കുടിലത, കുതന്ത്രം, ആക്രമണോത്സുകത ഞാൻ പറഞ്ഞു, അതാണ് ഏറ്റവും പ്രധാനം. പടിക്കൽ രാമകൃഷ്ണൻ ഇങ്ങോട്ടേക്ക് TP ചന്ദ്രശേഖരൻ വരെയല്ല, അതിന് ശേഷവും എങ്ങനെയൊക്കെ എതിരാളികളെ നശിപ്പിക്കാൻ പറ്റും അതിൽ ഗവേഷണം നടത്തി വിജയിച്ച ആളാണ് പിണറായി വിജയൻ.